നമസ്കാരം. മുൻകൂർ ജാമ്യം തേടാനും പ്രതി ഒളിവിൽ പോകാനുമുള്ള സാധ്യത അടച്ചുകൊണ്ടായിരുന്നു ഹണി റോസിന്റെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസിന്റെ രഹസ്യ നീക്കങ്ങൾ. സർക്കാരിൽ നിന്നും ഉറപ്പ് ലഭിച്ചതിനു ശേഷമാണ് അഭിഭാഷകരുമായി ചർച്ച ചെയ്ത ശേഷം വിശദമായ പരാതി ഹണി റോസ് നൽകിയത്. ആദ്യം മുതൽ തന്നെ വ്യക്തമായ പദ്ധതി ഈ കേസിൽ ഉണ്ടായിരുന്നു. പുതുവത്സരത്തിന് തൊട്ടു മുൻപ് യൂട്യൂബ് ചാനലിൽ ബോബി ചെമ്മണ്ണൂർ നടത്തിയ പരാമർശം ഹണി റോസിനെ വേദനിപ്പിച്ചു. ഈ സാഹചര്യത്തിലാണ് പേര് പറയാതെ ആദ്യ പോസ്റ്റ് ഇട്ടത്. അതിന് താഴെ കമന്റുകൾ വന്നു. ഇതിനെതിരെ പരാതി കൊടുത്തു. പോലീസ് ഈ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് ചേർത്തതോടെ ഹണി റോസിന് പ്രതീക്ഷയായി. ഇതിനുശേഷമാണ് പോലീസ് ഉന്നതരുമായി സംസാരിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടതോടെ ഹണി റോസിന് നീതി ഉറപ്പായി. മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കും മുമ്പ് തന്നെ അറസ്റ്റിന് തീരുമാനവുമായിട്ടുണ്ടായിരുന്നു. ബോബിയെ നിരീക്ഷിച്ചു. അതിനിടെ ബംഗളൂരുവിലേക്ക് ബോബി കടക്കുമെന്ന സൂചന പോലീസിന് കിട്ടി. സ്പെഷ്യൽ ബ്രാഞ്ചിലെ ചിലർ ബോബിയെ നിരീക്ഷിച്ചിരുന്നു. ഇത് മനസ്സിലാക്കിയാണ് ഇന്നലെ രാത്രി തന്നെ പോലീസ് വയനാട്ടിലെത്തിയത്. തുടക്കത്തിൽ ബോബി ചെമ്മണ്ണൂരിന്റെ പേര് പറയാതെ തന്നെ ഒരു വ്യവസായി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് താൻ നേരിടുന്ന ലൈംഗികാധിക്ഷേപങ്ങളെ കുറിച്ച് ഹണി റോസ് സമൂഹ മാധ്യമത്തിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു. എന്നാൽ ഇതിനു താഴെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് ഹണി റോസിന് നേരിടേണ്ടി വന്നത്. ഈ വ്യവസായി ബോബി ചെമ്മണ്ണൂരാണെന്ന തരത്തിലും ചിലർ കമന്റുകൾ ഇട്ടിരുന്നു. അധിക്ഷേപം തുടർന്നു. ഇതാണ് പോലീസ് കേസിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. താരസംഘടനയായ അമ്മയും ഹണി റോസിന് പിന്തുണ നൽകി. മോഹൻലാലും മമ്മൂട്ടിയുമെല്ലാം മുമ്പോട്ട് പോകാൻ പച്ചക്കൊടി കാണിച്ചു. അങ്ങനെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട സ്വർണ്ണക്കട മുതലാളിക്കെതിരെ ഹണി റോസ് നിയമ പോരാട്ടം തുടങ്ങിയത്. കമന്റിലെ അധിക്ഷേപത്തിനെതിരെ ഹണി റോസ് പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു ആദ്യം ചെയ്തത്. പോലീസ് 30 പേർക്കെതിരെ കേസെടുക്കുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. താരസംഘടനയായ അമ്മ പരസ്യ പിന്തുണ നൽകി. സമൂഹ മാധ്യമത്തിലൂടെ തനിക്കെതിരെ അധിക്ഷേപം തുടരുമ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടും ബോബി ചെമ്മണ്ണൂർ നിലപാടിൽ മാറ്റം വരുത്തിയില്ലെന്ന് വന്നതോടെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ഹണി റോസ് കൂടിക്കാഴ്ച നടത്തിയത്. ഇതിനൊപ്പം മുഖ്യമന്ത്രിയും DGPയുമായും സംസാരിക്കാൻ സമയം തേടി. ഉന്നത പോലീസ് സംഘം ഹണി റോസിന് ആവശ്യമായ ഉറപ്പുകൾ നൽകി. മുഖ്യമന്ത്രിയുമായി സംസാരിക്കാനും കഴിഞ്ഞു. ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയതെന്നതിനാൽ ബോബി ചെമ്മണ്ണൂർ മുൻകൂർ ജാമ്യം തേടാൻ സാധ്യതയുണ്ടെന്ന് വ്യക്തമായിരുന്നു. മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ ഒളിവിൽ പോകാനും നീക്കം നടത്തി. സുപ്രീം കോടതി വരെ കേസ് എത്തിക്കാനായിരുന്നു പദ്ധതി. ഇതാണ് കൊച്ചി പോലീസ് പൊളിച്ചത്. വയനാട്ടിലെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. ബോബി ചെമ്മണ്ണൂരിന്റെ നീക്കങ്ങൾ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. പരാതി നൽകിയതിന് പിന്നാലെ വയനാട്ടിലേക്കുള്ള റിസോർട്ടിലേക്ക് ബോബി ചെമ്മണ്ണൂർ മാറിയെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് കൊച്ചി പോലീസ് വയനാട് പോലീസിന് വിവരം കൈമാറി. കൊച്ചിയിൽ നിന്നെത്തിയ പോലീസ് സംഘവും എത്തിയാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. ഹണി റോസിന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത സൈബർ അധിക്ഷേപ കേസിൽ ഫേസ്ബുക്കിൽ നിന്ന് കൊച്ചി പോലീസ് വിവരങ്ങൾ തേടി. ഈ പരാതിയിൽ മൊഴി നൽകിയ ഹണി റോസ് ഇൻസ്റ്റഗ്രാമിലടക്കം തനിക്കെതിരെ വന്ന അധിക്ഷേപ കമന്റുകളുടെ സ്ക്രീൻഷോട്ട് സഹിതം പോലീസിന് കൈമാറി. അശ്ലീല കമന്റിട്ട് 20 പേരെ തിരിച്ചറിഞ്ഞെന്നും നടപടി തുടരുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിച്ചിരുന്നു. ബോബി ചെമ്മണ്ണൂർ, താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. താങ്കളുടെ തന്നെ മാനസിക നിലയിലുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പുറകെ ഉണ്ടാകും. താങ്കൾ താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കും. ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥിതിയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു എന്നാണ് ഹണി റോസ് ഇൻസ്റ്റഗ്രാമിലിട്ട പോസ്റ്റിൽ പറയുന്നത്. സ്വർണ്ണ വ്യാപാര സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിനിടയിൽ ഉടമ നടത്തിയ ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്കും കമന്റുകൾക്കുമെതിരെ നടി നേരത്തെ പരസ്യമായ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. ഇതിനു താഴെ രൂക്ഷമായ സൈബർ അധിക്ഷേപം നടന്നു. പിന്നാലെ നടി പോലീസിനെ സമീപിക്കുകയും അശ്ലീല കമന്റിട്ടവർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. എന്നാൽ ആദ്യം നൽകിയ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ നടി പരാതിപ്പെട്ടിരുന്നില്ല. പിന്നീടാണ് എറണാകുളം സെൻട്രൽ പോലീസ് നേരിട്ടെത്തി താരം പരാതി നൽകുകയും ഇക്കാര്യം ഇൻസ്റ്റഗ്രാമിൽ ബോബി ചെമ്മണ്ണൂരിനുള്ള പരസ്യമായ കത്തിലൂടെ വെളിപ്പെടുത്തുകയും ചെയ്തത്. നന്ദി.